എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക്. അതെ ഗൈസ്, ഇന്നത്തെ വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഞാൻ വന്നാണ്ട് എന്തെങ്കിലും പറയുന്നില്ല. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് ഇവിടെ രണ്ടാൾ തന്നെ പറയും. എന്താ ഇന്നത്തെ വ്ളോഗ്? എന്ത് ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്? എന്ത് ക്രീം ബൺ ചലഞ്ചോ? ഓക്കെ, അച്ചുണ്ടാക്കിയാല് ക്രീം ബണ്ണിന്റെ ചലഞ്ച് നിങ്ങൾ രണ്ടാളും കൂട്ടൂല. ഓക്കെ, നമുക്ക് എന്താ പറയാണ്ട് വെച്ചാൽ രണ്ടാളെന്താ കേൾക്കേണ്ടി വരോ? ഇമ്മച്ചിയാണ് നമ്മളെ ലഫ്രി. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാളെ കൈ ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തി കാണി. എന്റെ പേരെന്താ? എത്ര വയസ്സായി? 5 വയസ്സ്. ഓക്കെ, എന്റെ പേരെന്താ? പേരെന്താണ്? വയസ്സ് എത്രയായി? അടങ്ങി കസാല അങ്ങനെ ആക്കിയാലും ഇവിടെ പിന്നെ സമ്മാനം കിട്ടും. പിന്നെ അടങ്ങിക്കണം. ഈ മത്സരത്തില് ഈ കസേര അങ്ങനെ ആക്കി കഴിഞ്ഞാല് മത്സരത്തിന് പുറത്താക്കും. അത് അടുത്താക്കി ഇരിക്കും. അല്ലാതെ അങ്ങനെ ആക്കി കഴിഞ്ഞാല് മത്സരത്തിന് നിങ്ങളെ രണ്ടാളും ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ. ഓക്കെ, അതങ്ങനെയാണ് ഇന്നത്തെ ബ്ലോഗ്. ഇവിടെ അങ്ങനെ തുടങ്ങാൻ പോണ ഞാൻ എടുത്തിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാകേണ്ടി വരും. ഇമ്മച്ചിയാണ് റെഫറി കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണ ബ്ലോഗ് എന്താന്ന് വെള്ളം കൊണ്ടുപോയി കുട്ടിയാക്ക്. അപ്പൊ രണ്ടാളും കേട്ടോളി. ഇപ്പച്ചി ശരിക്കും ശ്രദ്ധിച്ച് ആദ്യം ഇപ്പച്ചി ശ്രദ്ധിച്ച് അത് ഇപ്പച്ചിക്ക് ഇങ്ങനെ ക്യാമറ വെക്കാനാണ്. ഓക്കെ, തുടങ്ങാം. കസാര അങ്ങനെ ആക്കി കഴിഞ്ഞാല് അന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പം ഇത് തോറ്റതായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഓള് ജയിച്ചു. മനസ്സിലായില്ലേ? ആദ്യം അപ്പം എന്താണെന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞുതരും. നിങ്ങൾ ക്രീം ബണ്ണ് ഇഷ്ടമാണ് ഉണ്ടാക്കും? എനിക്കിഷ്ടമാണ് ക്രീം ബണ്ണ്. രണ്ടാക്കുക ഓരോ ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തരും. ഓക്കെ, കുടിച്ചാലല്ലോ കേട്ടോ. ഒരു ദിവസം കൊടുക്ക്. ഈ 2 ഗ്ലാസ് കാണോട് കുറച്ച് എടുത്ത് കേൾക്കും. അവിടെ ഇങ്ങോട്ട് കേൾക്കും. കുറച്ചുപാട് എടുത്ത് കുറച്ചുപാട്. ഓക്കെ, ഇതെന്തിനാണോ? കേട്ടോളി നെന്നിന കേട്ടോ. ഇപ്പച്ചി പറഞ്ഞ ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, അതൊക്കെ പറഞ്ഞു നമ്മൾ ഈ ഗെയിം തുടങ്ങുമ്പോൾ അതിന്റെ റൂൾസ് ഒക്കെ പറയണം, അതിന്റെ നിയമങ്ങളൊക്കെ, എന്നാലും നമ്മൾ വിജയിച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് ബണ്ണ് തിന്നുമ്പോഴേ ചിലപ്പം കൊല്ലി കിട്ടും, കൊല്ലി കുടുങ്ങൂലേ? അപ്പൊ കുറച്ച് വെള്ളം കുടിച്ചണം. ആ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമാണേ കുടിച്ചാൽ മതി കേട്ടോ. വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചോദിച്ചു കേട്ടോ. ആ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടും കേട്ടോ. ഓക്കെ, നമ്മ വീട്ടിൽ പെണ്ണ് കുടിച്ചു കൊടുക്ക്. അന്തം മുട്ടിരുന്ന തോൽക്കൂട്ടോ. ഓയ് മണ്ടത്തി എന്നാ ബലം വേണ്ട, നമുക്ക് അപ്പുറത്ത് വിളിച്ചാ. രണ്ടാളെ കയ്യിൽ ഓരോ പെണ്ണ് കൊടുക്കും. കേട്ടോ, കൈ ക്രീം ബണ്ണാണ്, ബേക്ക്മാന്റെ ക്രീം ബണ്ണ്. തിന്നല്ലോ. അത് നല്ല വെയിറ്റ്. ബണ്ണുകൾ ഇവിടെ ഇഞ്ഞുണ്ട്, പേജാറാണ്ട. ഇതും ബണ്ണാണ്. ഇതൊക്കെ ബണ്ണുകളാണ്. ഏത് ഇതിൽ കാണിച്ചിട്ട് എന്തെങ്ങനെ എന്നിട്ട് ഇപ്പൊ കാട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണാണ്? ഇതൊക്കെ തിന്നലായിട്ടില്ലാന്ന്. ഇമ്മച്ചിന്റെ ഫോൺ ഇമ്മച്ചി തോലിയാ. ഓക്കെ നെറ്റ് കയ്യിൽ വെക്ക്. ഇപ്പച്ചി റെഡി 1 2 3 എന്ന് പറയുമ്പോൾ തിന്ന് തുടങ്ങണം. ഓക്കെ, പാത്രം വേണ്ട, കൈ തിന്നല്ലേ എന്നല്ലേ? അപ്പം സമയല്ല കേട്ടോ. ഇത് കേട്ടോളി. ആരാണോ ആദ്യം ഏറ്റവും കൂടുതൽ ബണ്ണ് തിന്നണത് ഓൾക്ക് രാത്രി സർപ്രൈസ് ഉണ്ട്. ഓക്കെ, കേട്ടോ? അന്തം മുട്ട് നിന്നാ പുറത്തേക്ക് ഇടും. അന്തം മുട്ട് കിടക്കാൻ വേണ്ടി. അപ്പം റെഡി 1 തിന്നട്ടോ. 2 3 പറയുമ്പോ കേട്ടോ. ആയിട്ടില്ല, ഇത് കഴിഞ്ഞൊന്നും കിട്ടൂട്ടോ. ആദ്യം തിന്നാല് ഇത് കിട്ടും. ഓക്കെ, ഇഞ്ഞിട്ട് വെയിക്കണില്ല പെച്ചേന്ന് പറയില്ലേ, ഓര് തോറ്റു. ഓക്കെ, അങ്ങനെ നിർത്തിയപ്പോ തോറ്റുട്ടോ. പിന്നെ ആരാ കൂടുതൽ ജയിച്ചു. ഓക്കെ, തന്നെയാ റെഡി 1 2 3 സ്റ്റാർട്ട്. താത്ത തിന്നട്ടോ. തന്നീന കൊല്ലിക്കട്ടി മരിച്ചു. വില നടി പൊളിച്ചല്ലേ. കുറച്ചിരുന്നാ മതി. ആക്കുമ്പോൾ സമയം നമുക്ക്. ധനിയാണോ താത്തയാണോ ഇവിടുത്തെ തീറ്റപ്പാറു നമുക്ക് അറിയണം. ഈ വീട്ടിലെ തീറ്റപ്പാറു. നെനിന്റെ മൂന്നാണ്. ധനി ഒട്ടും പിന്നിലല്ല. കൊല്ലിക്കെട്ടാണി മാത്രം ഇപ്പഴല്ല. പേര് പടയപ്പ മീസ വെച്ച ഇവിടെയപ്പ. എടി പെണ്ണാത് കൊല്ലിക്കെട്ടത് കുറച്ച് നിന്നാ മതി. എടി കൊല്ലിക്കെട്ടിന് പൊട്ടിയെ ഇങ്ങനെ ഇത് പണിയാവാൻ മതി. കൊതുപ്പിക്കാം.
ഇതിപ്പോ പണി അതുപോലെ ഇങ്ങനത്തെ കളി വെച്ചാണ്ട് ഉള്ള നാറ്റി അവന്റെ കറന്ന് ഇതിൽ വേദ വെക്കുവാറോ. ആ കുറച്ച് നന്നായിട്ടോ ആക്കുമ്പോ നന്നായിട്ടോ പല നിറച്ച് നിന്നോ കേട്ടോ. ആ കൊല്ലി കെട്ടിയാൽ പല കുട്ടി മരിച്ചൂല്ലേ പിന്നെ പിച്ച് കുട്ടി താണല്ലോ. അപ്പൊ വലിയ ഉണ്ടാ മതിയേ പന്റെ പൊന്നാണോ താത്ത തിന്നാ മതി. നല്ല മധുരം ഉണ്ടോ? ആ വർത്താനം പറയണ്ട കേട്ടോ. തിന്നുമ്പോ അത് കഴിഞ്ഞോണ്ട് ഇറക്കിയിട്ട് തിന്നാ മതി. ഒക്കെ ഇറക്കട്ടെ ഇറക്കി ഇറക്കി മൊത്തം ഇറക്കി. ആ കഴിഞ്ഞോ? ഇതിന് ബീപ്പ് പോയോ? ആ നിങ്ങളെ ആൾക്കാരൊക്കെ ഇടില്ലല്ലോ. ഓക്കെ ഓക്കെ തിന്നോളി സമയമുണ്ട് ആക്കുമ്പോ പോരുന്നാ മതിട്ടോ. ഫസ്റ്റ് കഴിഞ്ഞാൽ ഇഞ്ഞു തിന്നാ അതൊക്കെ തിന്നണം. ഇതൊക്കെ തിന്നാലോ നിങ്ങക്ക്. ഫുള്ളല്ല ഇത് വർത്താൻ ഇത് എടുത്തൊക്കൊന്നുമില്ല. ഇതിവിടെ ഇമ്മച്ചി ഇവിടെ ഇമ്മച്ചി നുണച്ചിന്റെ അങ്ങേ തലണീക്ക് ക്രീം വണ്ടിന്റെ ഇത് തിന്നോളി. ആ സമയല്ല വർത്താനം പറഞ്ഞത് ഇനി നോക്ക് ഇതിന്റെ ചെയ്യാനായിട്ടോ. കണ്ട ഗൈസ് എന്റെ മക്കളെ കഴിവ് എന്താ ഞാൻ തിരിച്ചറിഞ്ഞു ഗൈസ്. എന്റെ കുട്ടികളെ കഴിവ് ഇങ്ങനെയൊക്കെയാണ്. കാരണം നമ്മള് പേരൻസ് വേണം നമ്മളെ മക്കളെ കഴിവ് തിരിച്ചറിയാൻ. എന്റെ മക്കളെ കഴിവ് ഇതാ കണ്ടത് എന്ത് കിട്ടിയാലും അപ്പൊ ഞാൻ കോഴി ആയിക്കോട്ടെ മറ്റേ ബീഫ് ആയിക്കോട്ടെ മീനായിക്കോട്ടെ ഞാൻ ഒരു ഫുഡ് ബ്ലോഗർ ആയിട്ട് മാറ്റാനുള്ള പരിപാടിയാണ്. ഞാനേ വെള്ളം വെച്ച് കുടിച്ചാൽ മതിട്ടോ. വെള്ളം കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. ഒരൊറ്റ ഗ്ലാസ് വെള്ളമേ ഉള്ളൂ. ആ കൊടുക്കൂല ഗെയിം പോലെ ആക്കണം. നല്ല കുട്ടികൾക്ക് ഭാവിയിൽ ഒരു വാശിയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ഗെയിം. അങ്ങനെ ഇനി വളർത്തി കേട്ടോ. താത്താന്റെ ഒരു പണ്ട് കഴിഞ്ഞു. താത്ത രണ്ടാമത്തെ പണ്ടിലേക്ക് നീങ്ങുകയാണ് ഗായ്സ്. പിന്നെ ഇതിന് തോറ്റാലും ജയിച്ചാലും തമ്മിൽ കരയരുത് കേട്ടോ. രണ്ടാക്കും സമ്മാനം തരും കേട്ടോ. തോറ്റാലും ഉമ്മച്ചിട്ട് പൈസറ്റ്. ഓക്കെ നല്ല സന്തോഷിക്കണ്. അത് പല കുട്ടി നല്ല തീറ്റ ഒന്നിട്ടല്ലോ പൊന്നട്ട. ഇന്നോളി ഇന്നോളി. ഒന്ന് കഴിഞ്ഞു. അതെ രണ്ടാമത്തെ പണ്ട് ആ തൈരിന്റെ ഓള് നിന്ന ബുദ്ധിപരമായിട്ട് നീങ്ങോള് തരണോ ഗൈസ്. ക്രീം എണ്ണ അതിനെന്താ മത്സരത്തിന് വാശി വേണം. അല്ലാതെ കുട്ടികൾ വാശിയിൽ വളരണം. എന്നാലും കുട്ടികൾ ഭാവിയിൽ എന്തിനാവുള്ളൂ തിന്നിട്ട് ഗൈസ്. ഡെനിന്റെ അത് വളരെ ഭംഗിയോടെ തീർത്തിരിക്കുന്നത് കൈയൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന അടുത്ത മണ്ണിലേക്ക് അവൾ നീങ്ങുകയാണ്. അതെ ബണ്ണെങ്കിൽ ബണ്ണ്. താത്തയെ ഒരു പിടി മുന്നിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. താത്തയൊക്കെ പ്രായത്തിൽ തീറ്റയിൽ ഞാനാണ് താത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഡെനിക്കുട്ടി മെല്ലെ തിന്നാ മതി. ഇഞ്ച ടീം പളാണ് ഇജും മറ്റേ ടീം. നിങ്ങളപ്പോ ജയിച്ചിക്കണത്. ഞങ്ങളിപ്പോ തോറ്റിക്കാണ് ഞാനും തെനി. നമ്മള് അങ്ങനെ കുറച്ച് അങ്ങനെ ജങ്ങാൻ ഇപ്പച്ചിനെ പറയിപ്പിച്ചാണ്ടല്ലോ എന്റെ കണ്ണിലിരുന്ന് കിട്ടും. ക്ലാസ് മാറ്റി കണ്ട് കണ്ണുമോറും കാണില്ല വീഡിയോയില്. സുന്ദരി കുട്ടികൾ അതേ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. വളരെ ആവേശകരമായ മത്സരത്തിൽ ആരാണ് ജയിക്കുക? ഒരു 40 രൂപയുടെ ഫണ്ട് അടിച്ചു കയറ്റിയിരിക്കുകയാണ്. പാട്ട നമ്പർ 2 മത്തായി. സ്പീഡ് തിന്നാ അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പൊ നമ്മള് വീട്ടെറിഞ്ഞു പോകും. ഡെനിയ അന്തമുട്ട് കണ്ട ഇതിപ്പോ ശരിക്കും കൂട്ടത്തില് പണിട്ട് തിന്നാണില്ലേ. ഒരു മത്സര ബുദ്ധിയോടെ കാണുതിനെ. ആര് അനക്ക് ഇനി വണ്ടി വന്നിട്ട് അന്റെ കൈ നോക്കട്ടെ താത്താന്റെ കയ്യാണ് അയ്യാണ് നോക്ക്. അത് മതി. എന്റെ പള്ള അറിഞ്ഞോ? ഇല്ല അയ്യോ തോറ്റില്ല കേട്ടോ. ഒരാള് തോറ്റാൾ ഇപ്പൊ നമുക്ക് വീഡിയോ നിർത്താൻ പറ്റും. ആരെങ്കിലും തോറ്റോ? അന്റെ എന്തുകൊള്ളേ അപ്പൊ തിന്നത് രണ്ടാമത്തെ മണ്ണ് പെട്ടെന്ന് തീർക്കണ്ടല്ലോ. ഇതാക്കും പോലെ എന്നാ കേട്ടോ. ബേജാറില്ല കേട്ടോ. മുറിച്ചിട്ടുണ്ടോ കടിച്ചാ മതി. ആക്കും പോലെ എന്നാ മതി. എന്തിനാ മുറിച്ചത്? പൊട്ടിക്കൊടാ സാരല്ല. എന്റെ കയ്യാനായില്ലോ ഇതിനെ. ഓട്ടെ വാ എന്റെ കയ്യാനായി. വേറിന്റെ കുറെ ഉണ്ട്. എന്ത് ചെയ്യും? താത്ത ജയിച്ചോ? സർപ്രൈസ് താത്താക്ക് മാത്രം കിട്ടുമോ? നമ്മൾ തോൽക്കോ തന്നെയേ?
അതാണ് എന്റെ കുട്ടിന്റെ വെച്ചാൽ ഇഷ്ടം. നമ്മള് തോൽക്കുന്നുള്ളതുകൊണ്ട് പറയില്ലല്ലോ. തോൽക്കും നമ്മളെ ജയിച്ചില്ലേ? നമ്മുടെ ടീമിന്റെ പേരെന്താണ്? ടീം വൈറ്റ്, ഒരു പിങ്ക്. ഈ വീഡിയോ കാണുന്നവർക്ക് വിചാരം ഉണ്ടാവും ഈ കുട്ടികളെ എന്താ പറയാ പിന്നെ ബണ്ണ് വായിൽ കുടുങ്ങുന്നില്ല. പേടികൾ ആരും പേടിക്കരുത്. കാരണം ഞങ്ങൾ തൊട്ടടുത്തുണ്ട്. എന്ത് കാര്യത്തിലും ഞങ്ങൾ ഒരു എന്താ പറയാ റെസ്ക്യൂ ടീം കൂടെ ബാക്കിലുണ്ട്. അതുകൊണ്ട് ആരും ആ പേടി പേടിക്കണ്ട. കാരണം ഞങ്ങളെ മക്കളെ ഞങ്ങൾ നന്നായി ട്രെയിൻ ചെയ്തിട്ട് വളർത്തുന്നത്. നിങ്ങള് നിങ്ങള് എന്തേ അമ്മച്ചി കടന്നു അല്ലേ? ഉമ്മച്ചി ചിരിച്ചാടി. ഉമ്മച്ചി ഇപ്പൊ കോമഡി ആയിട്ട് ചിരിച്ചാണ് ഉമ്മച്ചി. തിന്ന് രണ്ടാമത്തെ പെണ്ണാണ് ഗൈസ്. അങ്ങനെ ഒരു പാക്കറ്റ് നമുക്ക് ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്ത പാക്കറ്റ് ഇനി പൊട്ടിക്കണോ വേണ്ടയോ നിങ്ങളൊന്ന് ചിന്തിക്കുക. പൊട്ടിക്കേണ്ടി വരും മിക്കവാറും. കാരണം അത് പൊട്ടിച്ചില്ലെങ്കിൽ ഇവിടെ ആളുണ്ടല്ലോ പൊട്ടിച്ചാൽ തീർന്ന് തീർക്കാൻ. താത്ത 2 മണ്ണ് തീർത്തിരിക്കുന്നു ഗൈസ്. കൃഷ്ണമടത്തിൽ ഭഗീരഥമില്ല. പക്ഷെ ചെല്ലി ഒട്ടും പിന്നിലല്ല. താത്തയെ ഞാൻ ഒരു കാരണവശാലും മുന്നിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബണ്ടിനെ കടിച്ചു പറിക്കുന്നു. ദനീന ഒലത്തും അന്റെ വളർഞ്ഞോ? അസ്തഗ്ഫിറുള്ള. ദനിയെ അന്റെ വളർഞ്ഞോ? ഇല്ലേ? ഇനി നിന്നോ? ഇത് പൊട്ടിച്ചിട്ട് വരുമോ? അടച്ചറബേ കാണാം അഞ്ചെന്താ അതെ. ആവേശകരമായ മത്സരത്തിൽ ദനീനയാണോ ധൈര്യയാണോ ജയിക്കുക എന്ന് കണ്ടറിയണം ഗൈസ്. നീ വൈകുന്നേരം ചോറില്ലട്ടോ ഇവിടെ? ഓക്കെ, ചോറുണ്ടല്ലോ നീ? തലേന്നാക്കല്ലോ. കൊങ്ങിക്കോ നിർത്തിക്കളിന്നാട്ടോ. കൊങ്ങിക്കണോ? തീറ്റ ഓള് വാങ്ങിക്കണ്. മതിയോ? തോറ്റോ? തോറ്റെങ്കിൽ തോറ്റാ മതി, കുഴപ്പമില്ല. താത്ത ജയിച്ചോട്ടെ. തോറ്റിക്കണോ? തോറ്റ് കൊടുക്കൂ ചെയ്യും? കൊടുക്കൂല. ചത്താലും കൊടുക്കൂല. താത്താനെ തോൽപ്പിച്ചെന്ന് പറയണേ. താത്ത കറന്നു. താത്തോടെ അങ്ങനെ കിടക്കാൻ പറ്റില്ല. കള്ളക്കളി തിരില്ല കേട്ടോ. കഴിഞ്ഞത് കയ്യോക്കട്ടെ. കുമ്പുട്ടി അടിക്കത്തെ കുമ്പുട്ടീനെ കഴിഞ്ഞോ? അടുത്ത പഠിച്ചു കൊടുത്ത പാത്ത ചേക്കാ. ഇരിക്കി അടുത്ത പഠിച്ചോട്ടെ. പൊട്ടിയിട്ടില്ല. നോക്ക് താത്ത മൂന്നാമത്തെ നിന്ന് പെട്ടെന്ന് നോക്ക്. താത്ത മൂന്നാമത്തെ നിന്നിട്ട് ജനീന മതിയോ? തോറ്റി മൂന്നാമത്തെ പെണ്ണുമായി അവൾ ദേറി മുന്നിലേക്കാണ്. പിന്നെ ഇവരെ പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ട് തോൽവി ഇവിടെ സംഭവിക്കാറുണ്ട് കേട്ടോ. കാരണം ഈ ചെള്ളി ഈ 4-ാം വയസ്സിൽ 3-4 വയസ്സ് ആയിട്ടില്ല. അപ്പൊ ഓള് 2 മണ്ണ് കുത്തിക്കയറ്റി. ചിരിച്ചു നോക്കി. വർത്താനം പറയണ്ട. തീർച്ചയാപ്പന്റെ കുട്ടി കൊത്തൊല്ലി കിട്ടും കേട്ടോ. ഡയറി മൂന്നാമത്തെ സംഭവം. ഞാൻ എനിക്ക് സത്യത്തിൽ നഷ്ടട്ടെ ഈ ഫുഡ് ചലഞ്ച് അറിയണത്. അതല്ല ഞാൻ പറയണത്. ഇവര് ഫുഡ് കാര്യമില്ല. ഇതൊക്കെ തിന്നു തീർക്കുന്നത് ചേച്ചി. ഇത് മിക്കവാറും 4 കൊണ്ടെങ്കിലും. ഇത് കഴിഞ്ഞാൽ വേണ്ടി വരുമോ? അല്ല ഒരു മത്സരിക്കാണ്. മത്സരത്തിന്റെ അവസാനം ഇവിടെ പോയി എത്തുന്ന അറിയാലോ നമുക്കില്ലേ? ഇജ് വർത്താനം പറഞ്ഞേക്കാതെ താണെന്ന്. താത്തപ്പ ജയിച്ചു. തോറ്റുകയും തോറ്റാണോ? എന്നാ നമുക്ക് ആ മണ്ണ് നിർത്തപ്പോ തീറ്റ. തോറ്റോ? അടിയറവ് പറയുന്നോ? താത്ത മൂന്നാമത്തെ എന്നുള്ളത് ഇജ് രണ്ടാമത്തെ കേട്ടോ. ഇജ് മൂന്നാമത്തെയാണ്. 2 പന്റെ പള്ളി എത്തി. ഓക്കെ, അങ്ങനെ പറയരുതട്ടോ. അങ്ങനെ പറയരുത്. പല കുട്ടികൾ തിന്നു പറഞ്ഞ പറഞ്ഞത്. അങ്ങനെ വാശിയേറിയ മത്സരം കടുകെടുക്കുകയാണ് ഗൈസ്. എന്താണ് പൗതിയാക്ക? ഇങ്ങനെയാണോ? തോറ്റോ?
മതിക്കണം നിർത്തിക്കളാ. ആണ്ടർ ചേച്ചി എന്റെ ധൈര്യം വളരെയധികം തോറ്റിക്കണോ? തോറ്റോ? രണ്ടര കേട്ടോ. ഗൈസ് അങ്ങനെ തേരിന്റെ പകുതി മറ്റോ കൊടുത്തൊക്കെയാണ്. ഇത് എന്നിട്ടാണ് ഞങ്ങൾക്ക് അടുത്ത് പൊട്ടിക്കാൻ. രണ്ടര അതിൽ ഇഞ്ഞുണ്ട് ഇഞ്ഞുണ്ട്. ഇച്ച് തോറ്റിക്കണ്ടേ നീന? നിർത്തല്ലേ? എന്നെ പള്ളറിഞ്ഞിക്കണേ. എന്നെ പള്ളം നോക്കട്ടെ നീച്ച. അല്ല എന്നാ ഞാൻ നിർത്തിയാലോ? ഇജങ്ങ തോറ്റെടുക്കേ. ഒരാളെങ്കിലും തോറ്റരോ? ഒരാൾ തോറ്റരോ? അനക്ക് മതിയായിക്കണോ? ഇതിപ്പോ എങ്ങനെ വീഡിയോ അവസാനിപ്പിച്ചത്? ഉഗ്രണ്ടോ മതിട്ടാ. ആ ക്ഷീണിച്ചിക്കണ്. ദേനി ക്ഷീണിച്ചിക്കണ്. ദേനി ഇപ്പൊ തോൽക്കും. ദേറി ജയിച്ചോണ്ട് നിൽക്കുന്നതാണ്. ആര് ജയിച്ചു? ആവേശകരമായ മത്സരത്തിൽ അതെ തീറ്റ കടുക്കുകയാണ്, ഗൈസ് കൊടുക്കുകയാണ്. അതെ ആരായിരിക്കും ആ ജയിക്കുക? ജയിക്കുന്നവർക്ക് ഇന്ന് രാത്രി അടാർ സമ്മാനം ഉണ്ടായിരിക്കും. രാത്രി സർപ്രൈസ്. അതെ ദേനി വിട്ടുകൊടുക്കുന്നില്ല. തേറിയാണെങ്കിൽ 2.5 മണ്ണ് കുത്തിക്കയറ്റി ചുമരുമാക്കിയാൽ 3 തക്കിന്റെ കിട്ടും. എന്റെ സ്വഭാവം മാറും. എന്റെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അങ്ങനെ ആവശ്യകരമായ മത്സരത്തിൽ അതെ ജയിച്ചിട്ടില്ല. അടുത്തോട് പോയിട്ട് ഓളത് കഴിഞ്ഞില്ലേ? ഒരു പൊട്ട് കൊടുക്ക്, പൗതി കൊടുക്ക്. ഞാനോ? ഓളേ ഗൈസ് ഇവക്കാണെങ്കിൽ ഗൈസ് പണ്ട് കൊടുക്കാനും മനസ്സ് വരുന്നില്ല ഗൈസ്. തൊള്ളി കൊടുങ്ങാൻ ഇവിടെ വാപ്പുണ്ടല്ലോ ഓലെ വാപ്പ. ഓലെ ജനിപ്പിച്ച പോലെ വാപ്പോടെ ഉണ്ട്. ഓർക്ക് എന്താ ആവശ്യം വന്നാലും വേറെ ഇതുമ്പോൾ എന്നാ 3 ഔട്ടോ. ഓക്കെ ഇരിക്കണം. ധനിയെ പല കുട്ടീനെ പള്ളറിഞ്ഞല്ലേ? സമാധാനായി ഗൈസ്. അതെ നമ്മള് തോറ്റിരിക്കുന്നു. അത് പറഞ്ഞ പറ്റിയില്ലോ. നിർത്തിക്കള പവണി നിർത്തിക്കളോ കേട്ടോ. അപ്പൊ ഗൈസ് ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ആരാണ് വിജയ് എന്ന്. എനിക്ക് ഒരിക്കലും വിജയ് ആരാന്ന് എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂല, ഇവിടെ കച്ചറയാവും. അപ്പം ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ സെറ്റ് അല്ലേ? ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? ആരാ ജയിച്ചത്? ഇനി അപ്പൊ ഗൈസ് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അടുത്ത കാണാം. ബൈ ബൈ.